നിലപാടുമായി ഇത് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷ നിലപാടുമായി പൊരുത്തപ്പെടുന്നില്ല എന്നുള്ള വിമർശനമാണ് വരുന്നത്. ഇപ്പോൾ ഗാട്ട് കരാർ നടപ്പാക്കി, WTO നടപ്പാക്കി. ഇതൊക്കെ പാർലമെന്റിന്റെ അനുമതിയോടെ അല്ല നടപ്പാക്കപ്പെട്ടത്. ശക്തമായ വിമർശനമാണ് നിങ്ങൾ ഇടതുപക്ഷം ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ കിഫ്ബി വഴിയും അത് തന്നെയാണ് നിങ്ങൾ നടപ്പാക്കുന്നതെന്നാണ് ആക്ഷേപം വരുന്നത്. ഞാൻ പറയുന്നത് ഒരു ഗീതാ ഗോപിനാഥ് ടച്ചാണ് ഇതിന് സംഭവിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഏതൊക്കെ മേഖലയാണ് പറയുന്നത്? തീരദേശ ഹൈവേ, ഈ പറയുന്ന മലയോര ഹൈവേ, ഇതൊക്കെ വൻകിട വികസന പദ്ധതികളായതുകൊണ്ട് സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയില്ല എന്നൊരു ന്യായവാദം പറയാം. അതിൽ മാത്രമല്ല, ഇന്റർനെറ്റ് സൗകര്യം സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള ധനം കിഫ്ബി കൊണ്ടുവരും. പോട്ടെ, അതും പിന്നെ ഒരു ആധുനിക മേഖലയാണെന്ന് പറയാം. വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ പുനരുദ്ധാരണം കിഫ്ബി വഴി വരും. ടോയ്ലറ്റ്, ആശുപത്രികളുടെ പുനരുദ്ധാരണം കിഫ്ബി വഴി വരും. ഇത് ഉമ്മൻചാണ്ടിയാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ വെച്ചേക്കുമായിരുന്നു. നവലിബറൽ സിദ്ധാന്തത്തിന്റെ നടത്തിപ്പുകാരാണ് എന്ന് നിങ്ങൾ ആക്ഷേപിച്ചേനെ. ഇപ്പൊ നിങ്ങൾ അതേ കാര്യം തന്നെ ചെയ്യുകയാണ്, മറ്റൊരു മുഖം പുറത്ത് പ്രകടിപ്പിച്ചുകൊണ്ട്. അല്ല, ഇത് തിരിച്ചടയ്ക്കും. വേണു പറഞ്ഞതിന്റെ ഒരു മുക്കാൽ ഭാഗത്തോട് എനിക്ക് യോജിപ്പുള്ളതാണ്. അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഓപ്ഷനായിട്ട് എടുക്കാൻ കഴിയുന്ന കാര്യമല്ല കിഫ്ബിയും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസും. ഇതെല്ലാം ബജറ്റിന്റെ അതേ ഡിസിപ്ലിനിൽ ജനങ്ങളോടും നിയമസഭയോടും ആ രീതിയിലുള്ള ഉത്തരവാദിത്വം ഇത്തരം സ്ഥാപനങ്ങൾക്കില്ല എന്നുള്ളത് പരിമിതി തന്നെയാണ്. പക്ഷേ ഈ ഓപ്ഷൻ എങ്ങനെ സ്വീകരിക്കേണ്ടി വന്നു? അതായത് 3% സർക്കാർ വായ്പ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇതാണ് നിങ്ങളുടെ ആ സമീപനമുള്ളപ്പോ ഒന്നുകിൽ മാന്യത്തെ പറയും, അല്ലെങ്കിൽ UDFന്റെ കെടുകാര്യസ്ഥയെ പറ്റി പറയും, അല്ലെങ്കിൽ കേന്ദ്ര നിയമത്തെ പറ്റി പറയും. ഞാൻ ഒരു ഇടവേളയിൽ കൂടി ചെലവ് കുറക്കണം.